ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്യാതായി കഴിഞ്ഞുള്ള നമ്മുടെ പോക്കാം. കാരണം ഒന്നാമതേ അവരുടെ വയ്യാഴികകൾ ചുമയും കഫക്കെട്ടവും മൂക്കടപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നമുക്കേ അങ്ങ് വയ്യ. പിന്നെ അവരുടെ വഴക്ക് ഒന്നും അവർക്ക് ഒക്കത്തില്ല, ഒന്നും പിടിക്കത്തില്ല. കഴിക്കാൻ കൊടുത്താൽ കഴിക്കാൻ വേണ്ട, മരുന്ന് കുടിച്ചാൽ ഉടനെ ഛർദിൽ, ഒന്നും പറയണ്ട. എന്തൊക്കെ ബഹളങ്ങളാണ് ഇവിടെ ആണെങ്കിൽ. അമ്പാടിക്കൊരു 2-3-4 ദിവസമായി പനിയൊക്കെ ആയിട്ട്. ആ പനിയെന്ന് വെച്ചാൽ ചൂടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചൂടുണ്ട്. പിന്നെന്താണ്, ഭയങ്കര ചുമയാണ്. അതിനോടങ്ങ് വാശിയാണ്. എന്ത് കഴിക്കാൻ കൊടുത്താലും അവന് വേണ്ട. പിന്നെ ഞാൻ ആപ്പിൾ വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആപ്പിൾ വേണമെന്നൊക്കെ പറഞ്ഞു. ആപ്പിൾ കഴിക്കും, മൊത്തം ഒന്നും കഴിക്കത്തില്ല, എന്നാലും കുറച്ചൊക്കെ കഴിക്കും. അങ്ങനെ ഞാൻ ആപ്പിളും ഒക്കെ ചെത്തി കൊടുത്ത് ഒരു സ്പൂണും ഒക്കെ കൊടുത്ത് കൊണ്ടിരുത്തി കഴിക്കാനൊക്കെ കൊടുത്ത് കുറച്ചൊക്കെ തന്നെ വാരി കഴിച്ചു. ബാക്കിയാണെങ്കിൽ എടുത്ത് അയ്യത്തോടെറിഞ്ഞു. മൊത്തം ഹാളിലെല്ലാം മൊത്തം അങ്ങിടും. നമുക്കൊന്നും പറയാനും പറ്റില്ല, കുഞ്ഞല്ലേ, 2 വയസ്സല്ലേ ഉള്ളൂ. അപ്പം അതിനകത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില ദിവസമൊക്കെ എങ്ങനെ അങ്ങ് പോകുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവന് വയ്യാണ്ടായ പിന്നെ യൂട്യൂബ് ഒന്നും നേരെ ചൊവ്വയൊന്നും ചെയ്യാനും പറ്റുന്നില്ല, ലൈവും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ലല്ലോ. അപ്പം ആണെങ്കിൽ നമുക്കാണെങ്കിൽ ആകെ അങ്ങൊരു വയ്യാഴികയല്ലേ. അവനെ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൂടെ അങ്ങ് വിഷമവും സങ്കടവും വരും. എന്ത് ചെയ്യാനാ? ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് പനി കയറി പിടിക്കുക. എന്ത് ചെയ്യാനാ? ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എല്ലാം ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അവനെ ആണെങ്കിൽ ഒറ്റയ്ക്കിരുത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെയൊക്കെ പനിയാണെന്ന് പറഞ്ഞാലും അടങ്ങിയിരിക്കത്തില്ല. ഇവിടെയൊക്കെ വലിയ കയറുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മയെന്ന് വിളിച്ച് 100 തവണ പുറകെ വരും. നമുക്ക് അവൻ്റെ അടുത്തിട്ടിരിക്കാനും സമയം കിട്ടില്ല. ഓരോന്ന് ചെയ്തു കൊടുത്ത് ഇരിക്കുമ്പോഴേ വെളുപ്പിനൊക്കെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങ് പണിയെല്ലാം നടക്കും. അത് ഈ രാത്രിയിൽ ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നതുകൊണ്ട് വെളുപ്പിനത്തെ എണീറ്റ് നടക്കത്തില്ല. വെളുപ്പിനൊക്കെ എണീറ്റ് അടുക്കളയിലെ പണിയെല്ലാം ഒന്ന് ഒതുക്കി തീർത്ത് കഴിഞ്ഞാലല്ലോ നമുക്ക് പകുതി സമാധാനമാണ്. നമുക്ക് ബാക്കി എന്തെങ്കിലും നമുക്ക് ഉറങ്ങുന്ന സമയത്ത് തുണിയാലൊക്കെ ഇടുകയോ ഒക്കെ ചെയ്താൽ മതി. ഇത് ഉറങ്ങുന്ന സമയമാണല്ലോ, രാത്രി ഇവൻ ഉറങ്ങാത്തതുകൊണ്ട് പകലും ഉറക്കം നടക്കത്തില്ല, രാത്രിയിലും ഉറക്കവും നടക്കത്തില്ല. എന്ത് ചെയ്യാനാ? യൂട്യൂബാണെങ്കിൽ എനിക്ക് നല്ല രീതിക്കൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷേ നടക്കുകയില്ല. കണ്ട വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും എന്നെ തിരക്കിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കണം, ഒന്നുകിൽ എൻ്റെ അടുത്തിരിക്കണം, ഇതൊക്കെ തന്നെ. പിന്നെ ഞാൻ സിറ്റൗട്ടിൽ കൊണ്ടൊക്കെ ഇരുത്തി ഒരു സ്പൂണൊക്കെ കൊടുത്ത് അതിലിങ്ങനെ കുത്തി കഴിച്ചോളൂ. എന്ത് സാധനമാണല്ലേ അതിൽ